അതായത് സർക്കാർ ജോലിക്കാരനായ കുടുംബനാഥനായ അതിനൊപ്പം കുമ്പളം ബ്രദേഴ്സ് എന്ന ഗ്രാമീണ കലാ കായിക ക്ലബിന്റെ എല്ലാമായ ബൈജു സ്കൂളിൽ പഠിക്കുന്ന ഒരു മകളുണ്ടെങ്കിലും ബൈജുവിന്റെ കൂട്ടുകാരൊക്കെ നാട്ടിലെ കുട്ടികളും യുവാക്കളും ഒക്കെയാണ്. അവരോടൊപ്പം ക്രിക്കറ്റ് കളിച്ചും ക്ലബിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ച് നാടകം കളിച്ചും തല അജിത്തിന്റെ സിനിമയുടെ പുലർച്ചെയുള്ള ആദ്യ പ്രദർശനം കാണാൻ പോയി ഒക്കെയുള്ള ഒരു മനോഹരമായ ജീവിതം. ഞാനിപ്പോൾ ഈ ഹൈഫൈവിൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണമേ, ഇപ്പോൾ ബൈജുവിൻ്റെ ജീവിതം സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡിങ് അല്ലേ, നിങ്ങളൊക്കെയും അത് കാണുകയും പകുതിയിലധികം പേരും സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സുചന്ദ്രൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട് ഈ വിശേഷം ഒന്ന് പേഴ്സണൽ ലൈഫിൽ നിന്ന് കൂടി ഒന്ന് പങ്കുവെക്കാനായിട്ട്. സുചന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഈ സിനിമ നമ്മൾ രക്ഷാധികാരി ബൈജു സിനിമയാണ്. അപ്പം ഇതിൽ ബിജു മേനോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ജലസേചന വകുപ്പിലൊരു ഉദ്യോഗസ്ഥനാണെന്ന്. ശരിക്കും ഭയങ്കര ഒരു കിടിലൻ ജീവിതമാണ് ബൈജു നയിക്കുന്നത്. നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് അത്ര കണ്ട് കണക്ട് ആവുന്നില്ലെങ്കിലും കണക്ട് ആവും, പക്ഷേ എങ്കിലും നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കൂല. പിന്നീട് കാലം കഴിയുമ്പോൾ ശരിക്കും എന്തൊരു ജീവിതമാണ്, നല്ല ജോലി, വീട്ടിലും നാട്ടിലൊക്കെ എല്ലാവരുമായി വമ്പൻ സഹകരണം, എവിടെ പോയാലും സന്തോഷം, സമാധാനം. ശരിക്കും സുചന്ദ്രൻ ഇത് പലപ്പോഴും ഒക്കെ ആഗ്രഹിച്ചിരുന്നില്ലേ? നിശ്ചയമായിട്ടും 2017 ഇറങ്ങിയ സിനിമയാണ്. രഞ്ജൻ പ്രമോദ് സംവിധാനം ചെയ്ത പടമാണല്ലോ ഇത്, രക്ഷാധികാരി ബൈജു. ഇത് ഞാൻ തിയേറ്ററിൽ 2 പ്രാവശ്യം കണ്ട പടമാണ്. മാത്രമല്ല ഇതിൽ നമ്മൾ സേതു ആദ്യം കേൾപ്പിച്ച പാട്ടുണ്ടല്ലോ, ആകാശം പന്തൽ കെട്ടി ആവേശം തൊങ്ങൽ ചേർത്തി പ്രാവുകൾ ആരവമോടെ വന്നെത്തി. എൻ്റെ ഇൻസ്റ്റഗ്രാം ഫീഡിൽ എനിക്കൊന്ന് ഒരു 2-3 റീലിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പാട്ടാണ്. നമ്മളൊക്കെ ഗ്രാമങ്ങളിൽ ജനിച്ചിട്ട് നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ കൂടുതലും. ഗ്രാമങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നഗരമനുഷ്യൻ്റെ ഒരു ചോദനയാണ്. ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുക. പണ്ട് തൊട്ടേ എത്രയോ കവിതകളിലും ഒക്കെ പറഞ്ഞിട്ടുള്ള, അതായത് നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ദൂസര സങ്കല്പത്തിൽ വളർന്നാലും യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധി, നന്മ കൊന്നപ്പൂവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തിരിച്ചു പോകാനുള്ള ആ അടിസ്ഥാനപരമായിട്ടുള്ള ആഗ്രഹമുണ്ടല്ലോ. ശരിക്കും ഇതിനകത്ത് തന്നെ ബൈജു പറയുന്ന വേറൊരു ഡയലോഗില്ലേ, എന്താ, ഗ്രാമങ്ങളെ കൊന്ന് നഗരങ്ങളെ വളർത്തുമ്പോഴും ഫ്ലാറ്റുകളും വില്ലകളും ഒക്കെ പണിതുയർത്തുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ ഇത്തിരി സ്ഥലം വേണ്ടേ സർ എന്ന് ഗദ്ഗതകണ്ഠനായിട്ട് ബൈജു ചോദിക്കുന്ന ആ ഒരു മനുഷ്യൻ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഈ ആത്മാവിനെയൊക്കെ കേവലമായ ഒരു ശരീരത്തിലേക്കും ശരീരത്തെ ഈ ചുറ്റുപാടും കാണുന്ന വിപണിയിലേക്കും ജീവിത വിജയങ്ങളിലേക്കും ഒക്കെ വെട്ടിച്ചൊരുക്കാൻ നമ്മൾ പലപ്പോഴും നിർബന്ധിതരാകുമെങ്കിലും എപ്പോഴും ഗ്രാമങ്ങളിലേക്ക് മടങ്ങണമെന്നുള്ളൊരു തോന്നൽ എല്ലാവരെയും പോലെ നമുക്കുണ്ട് സമയം കിട്ടുമ്പോൾ. എൻ്റെ ഗ്രാമം കൊടുവല്ലൂർ എന്ന് പറയും, ആലപ്പുഴ ജില്ലയിലെ ഇതുപോലെ OMA വായനശാലയും തൊട്ടപ്പുറത്ത് കണ്ടത്തിലെ കളിക്കളവും ഒക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കരിയറിസത്തിനും ഒക്കെ പിന്നാലെ പായുമ്പോഴും അടിസ്ഥാനപരമായി ഗ്രാമീണരായിരിക്കുക എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ എപ്പോഴും അങ്ങോട്ടേക്ക് ചിലപ്പോൾ എത്തിച്ചേരാൻ പറ്റില്ല. മറ്റുള്ളവരെ സഹായിക്കുക, ഗ്രാമങ്ങളിലെ ഉത്സവവും പള്ളിപ്പെരുന്നാളും ഒക്കെ സ്വന്തം പരിപാടി പോലെ ഏറ്റെടുത്ത് നടത്തുക, ചെറിയ കാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുക, പിന്നെ കുഞ്ഞു കാര്യങ്ങളിലൂടെ രക്ഷാധികാരി ബൈജുവിനെയൊക്കെ പോലെ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവർ വളരെ തുച്ഛമാണ്. പിന്നെ ശരി സുചന്ദ്രൻ, പിന്നെ നമുക്ക് പറയാം, രാവിലെ എഴുന്നേൽക്കണം, ഓഫീസിലൊക്കെ പോകണം, ഇല്ലെങ്കിൽ അരി വാങ്ങാൻ പറ്റില്ല ഗൈസ്, നമുക്ക് ജോലിക്ക് പോകണം, പൈസ വേണം അല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് സമാധാനമായിട്ട് അങ്ങനെയൊക്കെ സ്വയം സമാധാനമല്ല ആശ്വസിച്ചങ്ങ് മുന്നോട്ട് പോകുന്നല്ലാതെ കുമ്പളം ബൈജുവിനെയൊക്കെ പോലെ ജീവിക്കാൻ കുറച്ചൊരു ലക്കും കൂടിയൊക്കെ വേണം.